ഞാൻ ജീവിക്കുന്നത് മതേതര നിലപാട് കാട് പിടിച്ചു കിടക്കുന്ന കോൺഗ്രസിന്റെ മതേതര നിലപാട് വെട്ടിത്തെളിച്ച് പുതിയ മതേതര നിലപാട് കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺഗ്രസിന് പദവിയിൽ എത്തുമ്പോൾ തന്റെ ചുമതല. ഇനി അങ്ങനെ ഒരു വർഗീയ പ്രസ്ഥാനങ്ങളുമായി ചിഹ്നത്തിലാക്കാൻ ഞാൻ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞു. നിങ്ങള് കൈരളിയിൽ നിന്ന് കുറെ പേര് വന്നിട്ട് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചാൽ ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയണ്ടല്ലോ. നിങ്ങളിങ്ങനെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കും. കൈരളി റിപ്പോർട്ടർ മുഖ്യമന്ത്രിയോട് ചോദിക്കും, ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മതേതര പാർട്ടിയാണോ വർഗീയ പാർട്ടിയാണെന്ന് ഇവിടെ മുഖ്യമന്ത്രിയോട് ചോദിക്കും. ഇത് കണ്ടോ, ഇത് കാണ്, അവിടെ പോയി ചോദിക്കും. അവിടെ ചോദിക്കാറില്ല. വേറെ ചോദ്യം ചോദിക്കും. വേറെ ചോദ്യം ഞാൻ ദേഷ്യം പിടിച്ചില്ല. നിങ്ങൾ സ്ഥിരമായി നിങ്ങൾ സ്ഥിരമായി പത്രസമ്മേളനം നടത്തുമ്പോൾ നിരവധി ആളുകൾ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ വന്ന് വേറെ ഒരു മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ ആവർത്തിച്ച് ചോദ്യം ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട. ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും UDFന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായ? അപ്പൊ ആ കൈരളിയും ദേശാഭിമാനി ഇത് തൃക്കാക്കര ഇലക്ഷൻ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. കുറെ പേര് അങ്ങോട്ട് വരിക, എന്നിട്ട് വേറെ ആർക്കും ഇവിടെ നിൽക്കുന്ന ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തില്ല. നിങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലെന്ന് അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി. 50 മിനിറ്റ് സംസാരിച്ചിട്ട് അവസാനത്തെ 10 മിനിറ്റ് നിങ്ങൾ മാത്രം ചോദ്യം ചോദിച്ച് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റ് പോകുന്ന രീതിയല്ല എൻ്റെ. ഇത്ര നേരം ചോദിച്ചു, ഈ ചോദ്യമുള്ളൂ, ഇനി ചോദ്യത്തിന് മറുപടിയില്ല. നിങ്ങൾക്ക് മറുപടിയില്ലെന്ന്. നിങ്ങൾ 5 പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ച് ബാക്കിയുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരം കളയുന്ന തന്ത്രം എൻ്റെ അടുത്ത് വിലപ്പോവില്ല. മനസ്സിലായ? അതുകൊണ്ട് അത് വേണ്ട.